ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 11-ാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ധർമ്മശാസ്താവിൻ്റെ ഉത്ഭവം. അതിനുശേഷം പിന്നീട് ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ നരപതേ, ഇതിനു മുമ്പ് 6 മന്വന്തരങ്ങളിൽ ഹരിഹരസുതനായി ധർമ്മശാസ്താവ് അവതരിച്ചു കഴിഞ്ഞു. ഇത് 7-ാമത്തെയാണ്. പാലാഴി മഥനം നടന്നത് ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചതുമൂലമാണ്. ആ ദുർവാസാവ് തന്നെയാണ് ഇന്ദ്രനു വേണ്ടി ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായ ഒരു സൂര്യവംശ രാജാവിനെ മനഃപൂർവ്വം ദ്രോഹിക്കുവാനും മുതിർന്നത്. ആ ഭക്തൻ്റെ കഥ കേൾക്കേണ്ടതാണ്. ഞാൻ പറയാം. എന്നിട്ട് ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിനോട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അംബരീഷ ചരിതം. ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ് വിവസ്വാൻ. അദ്ദേഹവും സൂര്യൻ തന്നെയാണ്. ആ വിവസ്വാന്റെ പുത്രനായി മനു ഉണ്ടായി. ആ മനുവിനെ വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വത മനു എന്ന് വിശേഷിപ്പിച്ചു. ആ മനുവിൻ്റെ സന്തതി പരമ്പരയാണ് സൂര്യവംശം. ആദ്യം സ്വയംഭുവ മനു എന്നൊരു മനു ഉണ്ടായതുകൊണ്ടാണ് ഈ മനുവിന് വൈവസ്വത മനു എന്ന് വിശേഷണം നൽകിയത്. ആ വൈവസ്വത മനുവിൻ്റെ പൗത്രനായ നാഭാഗൻ എന്ന ശ്രേഷ്ഠനായ മഹാരാജാവിൻ്റെ പുത്രനാണ് അംബരീഷൻ. അദ്ദേഹത്തിൻ്റെ രാജ്യം 7 സമുദ്രത്താൽ വിലയിതമെന്നതുപോലെ അത്രയ്ക്ക് വിസ്തൃതമായിരുന്നു. അങ്ങനെ ഒരു വലിയ മഹാരാജ്യത്തിൻ്റെ അധിപനും സൂര്യകുല തിലകനുമായിരുന്നു അദ്ദേഹമെങ്കിലും ലൗകിക കാര്യങ്ങളിൽ വലിയ തൽപരനായിരുന്നില്ല. ചക്രവർത്തി പദവിയും കുബേര പദവിയും അദ്ദേഹത്തെ ഒട്ടും തന്നെ അഹങ്കരിപ്പിച്ചില്ല. വാസ്തവം പറഞ്ഞാൽ ആ സ്ഥാനങ്ങളെ അദ്ദേഹം ഒട്ടും തന്നെ വിലമതിച്ചിരുന്നില്ല, ബഹുമാനിച്ചിരുന്നതുമില്ല. ഉത്തമമായ രാജധർമ്മമനുസരിച്ച് അംബരീഷൻ ജനക്ഷേമകരമായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സദാ വിഷ്ണുവിൻ്റെ വിരാട് രൂപം നിഴലിച്ചുകൊണ്ടേയിരുന്നു. വിഷ്ണു പ്രീതികരങ്ങളായ പുണ്യകർമ്മങ്ങളും വിഷ്ണു പൂജകളും എവിടെ വെച്ചും എപ്പോഴും ആ നരേന്ദ്രൻ നടത്തിക്കൊണ്ടേയിരുന്നു. തന്മൂലം അദ്ദേഹത്തിൽ സംപ്രീതനായി സാക്ഷാൽ ശ്രീനാരായണൻ തൻ്റെ സുദർശന ചക്രത്തെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായി നിയോഗിച്ചു. ഭഗവത് ഭക്തന്മാർ ധാരാളമുണ്ട്. ആർക്കും ഭഗവാൻ തൻ്റെ ആയുധം രക്ഷയ്ക്കായി നൽകാറില്ല. പിന്നെ എന്തുകൊണ്ട് അംബരീക്ഷന് അത് നൽകി എന്ന് ചോദിച്ചാൽ അതിനൊരു ന്യായമുണ്ട്. അതിവിസ്തൃതമായ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് അംബരീഷൻ. അത്ര തന്നെ യോഗ്യനാണെങ്കിലും രാജാക്കന്മാർക്ക് പൊതുവെ ശത്രുക്കൾ ഉണ്ടാകും. തന്നിൽ ദൃഢഭക്തിയുള്ള അംബരീഷന് ഒരിക്കലും ശത്രുബാധ ഉണ്ടാകാതിരിക്കുന്നതിനാണ് ചക്രായുധത്തെ രക്ഷയ്ക്കായി ചക്രപാണി നിയോഗിച്ചത്. ഭഗവത് ചക്രം തൻ്റെ സംരക്ഷണയ്ക്കു വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ബോധം ആ അവനീപാലനെ അശേഷം അഹങ്കരിപ്പിച്ചതുമില്ല. ആ കാലത്തിനോടിടയ്ക്ക് ആ ധരാവല്ലഭൻ തൻ്റെ ധർമ്മപത്നിയുമൊരുമിച്ച് യമുനാതീരത്തുള്ള മധുവനത്തിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണു പൂജ നടത്തുകയും അതിൻ്റെ സമാപനത്തിൽ ഉത്തമ ബ്രാഹ്മണർക്കും സാധുക്കൾക്കും 60 കോടി പശുക്കളെ ദാനം ചെയ്യുകയും ചെയ്തു.
അതോടുകൂടി സൽക്കർമ്മനിരതനായ ആ മന്നവ ശിഖാമണിയുടെ സുഹൃതം അതിൻ്റെ പരമോച്ച കോടിയിലെത്തി. ആ പുണ്യപുരുഷോത്തമ പൂജയെ തുടർന്ന് ഭഗവാന്റെ ഭക്തിയോടെ ആ ഭൂപതി ശ്രേഷ്ഠൻ ഒരു വർഷക്കാലം വിഷ്ണു പ്രീതികരമായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. വിധിപ്രകാരം വ്രതവും ആരംഭിച്ചു. ഏകാദശി ദിവസം മുഴുവനും ഉപവസിച്ച് മഹാദ്വാദശി ദിവസം ഹരിവാസരത്തിൽ വിഷ്ണുവിൽ സർവാത്മന സർവവും സമർപ്പിക്കുന്നു എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് യഥാകാലം പാരണ വീടുക എന്നുള്ളതായിരുന്നു ആ വ്രതത്തിൻ്റെ പരമപ്രധാനമായ അനുഷ്ഠാനം. ത്യാഗത്തോടും ഭക്തിയോടും കൂടി മാസത്തിൽ 2 ദിവസം പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുന്നത് ആധ്യാത്മികപരവും ആരോഗ്യപരവുമായ ഒരു ആത്മാർപ്പണ സൽക്കർമ്മമാണെന്ന് ആ രാജപുങ്കവൻ സ്വന്തം അനുഭവത്തിൽ കൂടി ലോകത്തെ പഠിപ്പിച്ചു. തൻ്റെ രാജ്യവാസികളും കഴിവുള്ളതുപോലെ ഏകാദശി വ്രതം ആചരിക്കണമെന്ന് അദ്ദേഹം ഉപദേശരൂപേണ അഭിപ്രായപ്പെട്ടു. ഇപ്രകാരം സർവോത്കൃഷ്ടമായ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിരാജിക്കുന്ന അംബരീഷന്റെ കഥ കേട്ട് ഇന്ദ്രന് പതിവുള്ള തലക്കുത്തു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വ്രതം പൂർത്തിയാകുമ്പോൾ മഹാബലിയെ പോലെ അംബരീഷനും ഇന്ദ്രപട്ടത്തിന് അവകാശിയായി തീരുമോ എന്ന് അംബരനാഥൻ സന്ദേഹിച്ചു. മഹാവിഷ്ണു ഭക്തോത്തമനായ മഹീപതിയിൽ അതിരറ്റ വാത്സല്യമുള്ളവനാകയാൽ അങ്ങനെ സംഭവിച്ചെന്നും വരാം. മഹാബലി ദേവലോകാധിപത്യം കൈയടക്കിയപ്പോൾ മാതാവായ അതിഥി മൂലം അത് തിരിച്ചു കിട്ടി. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല. ആ സ്ഥിതിക്ക് അംബരീഷൻ ആരംഭിച്ചിരിക്കുന്ന സംവത്സര ഏകാദശി വ്രതം പൂർത്തിയായാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമല്ലോ എന്നോർത്ത് ദേവേന്ദ്രൻ കൂടുതൽ പരിഭ്രാന്തനായി. അംബരീഷന്റെ ഏകാദശി വ്രതം യാതൊരു വിഘ്നവും കൂടാതെ അഭംഗുരം തുടർന്നുകൊണ്ടേയിരുന്നു. അതോടൊപ്പം ദേവേന്ദ്രന്റെ ഭയവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അംബരീഷന്റെ വ്രതത്തിന് ഭംഗം വരുത്തുവാൻ എന്താണ് മാർഗമെന്ന് ദേവേന്ദ്രൻ ആലോചിച്ചു. ഇന്ദ്രന്റെ മനോഗതമറിഞ്ഞ് നാരദമുനി ഉപദേശിച്ചു. ദേവലോകാധിപ, അംബരീഷന്റെ വ്രതത്തിന് ഭംഗം വരുത്താൻ ഉദ്യമിക്കുന്നത് നല്ലതിനല്ല. അദ്ദേഹം ഭഗവാന്റെ ഉത്തമനായ ഒരു വലിയ ഭക്തനാണ്. വിരിഞ്ചസുനുവിൻ്റെ ഉപദേശം ദേവേന്ദ്രൻ വകവച്ചില്ല. അദ്ദേഹം ഉടൻ തന്നെ അത്രിപുത്രനായ ദുർവാസാവ് മഹർഷിയെ ചെന്നുകണ്ട് സങ്കടമുണർത്തിച്ച് ഏതുവിധവും അംബരീഷന്റെ യാഗത്തിന് ഭംഗം വരുത്തിത്തരണമെന്ന് അപേക്ഷിച്ചു. ആരോട് പിണങ്ങുന്നുവോ അവൻ്റെ പുണ്യത്തിൻ്റെയോ തപോബലത്തിൻ്റെയോ പകുതി തനിക്ക് ലഭിക്കുമെന്ന് ആ മുനീശ്വരന് പരമശിവനിൽ നിന്നും ഒരു വരം കിട്ടിയിട്ടുള്ളതിനാൽ എന്തെങ്കിലും വിരോധത്തിന് കാരണമുണ്ടാക്കി ഏത് സൽക്കർമ്മവും മുടക്കി ആ കർമ്മം ചെയ്യുന്ന പുണ്യാത്മാവിൻ്റെ പുണ്യം കവർന്നെടുക്കുവാൻ ദുർവാസാവിന് വലിയ താൽപ്പര്യമായിരുന്നു. അദ്ദേഹം ദേവേന്ദ്രനെ സ്വാന്തനപ്പെടുത്തി. ഇന്ദ്ര, അങ്ങ് സമാധാനിച്ചാലും അംബരീഷന്റെ ഏകാദശി വ്രതം എങ്ങനെയും ഞാൻ മുടക്കിത്തരാം. അതിനുള്ള ഉപായങ്ങൾ ഈ അത്രിപുത്രന്റെ കൈവശത്തിലുണ്ട്. ദേവേന്ദ്രന് വലിയ സന്തോഷമായി. അദ്ദേഹം മാമുനീന്ദ്രനെ പൂജിച്ച് സൽക്കരിച്ച് ഭക്തി ബഹുമാന പുരസ്സരം യാത്രയാക്കി. കാർത്തിക മാസത്തിലെ ഏകാദശി കഴിഞ്ഞ് പിറ്റേന്ന് മഹാദ്വാദശി ദിവസം അതിരാവിലെ അത്രിസൂനു അംബരീഷന്റെ വ്രതാനുഷ്ഠാന മണ്ഡപത്തിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. അപ്പോൾ അംബരീഷൻ പുണ്യസ്നാനം ചെയ്ത്
പാരണ വീടാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു. ഒരു നാഴിക നേരമേ ഉള്ളൂ. അതിനിടയിൽ പാരണ വീടണം. അപ്രതീക്ഷിതമായി ആഗമിച്ച ദുർവാസാവിനെ കണ്ട് ഭക്തിപൂർവം അദ്ദേഹത്തെ എതിരേറ്റു സ്വീകരിച്ചുകൊണ്ട് അംബരീഷൻ ഇപ്രകാരം പറഞ്ഞു: മഹർഷേ, ദിവ്യനായ നിന്തിരുവടി ഈ സമയത്ത് എഴുന്നള്ളിയത് എൻ്റെ സുഹൃതഫലം കൊണ്ടാണ്. ഏകാദശി വ്രതം കഴിഞ്ഞു. പാരണ വീടേണ്ട സമയമായി. പാരണ വീടാൻ തുടങ്ങുന്ന അവസരത്തിലാണ് ഭഗവാന്റെ ആഗമനം. വേഗം പോയി കുളിച്ചു വരൂ. പാരണ വീടിക്കഴിഞ്ഞ് അങ്ങയെ പൂജിച്ച് തർപ്പണം നടത്തി നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങയെപ്പോലുള്ള ദിവ്യാത്മാക്കളുടെ സാന്നിധ്യം സാധാരണ സംഭവമല്ലല്ലോ. ഇത് കേട്ട് ദുർവാസാവ് മുനി പറഞ്ഞു: ഓഹോ, അതിനെന്ത് വിരോധം? അങ്ങയുടെ ക്ഷണം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുളി കഴിഞ്ഞ് ഇതാ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുനീന്ദ്രൻ യമുനയിലേക്ക് ഗമിച്ചു. പാരണാസമയം കഴിയട്ടെ എന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ട് ദുർവാസാവ് സാവധാനത്തിൽ കുളി കഴിഞ്ഞ് നദീതടത്തിൽ ഇരുന്ന് നിത്യകർമ്മങ്ങൾ നടത്തുവാൻ തുടങ്ങി. പാരണ വീടേണ്ട സമയം അതിക്രമിക്കുന്നു. മഹർഷീശ്വരൻ കുളി കഴിഞ്ഞു വന്നിട്ടുമില്ല. എന്താണ് വേണ്ടതെന്ന് രാജാവിൻ്റെ ഉള്ളിൽ പരിഭ്രമമായി. ഇനിയും സമയം വൈകിയാൽ പാരണാകാലം തീരും. തൻ്റെ വ്രതത്തിന് ഭംഗവും നേരിടും. അദ്ദേഹത്തെ ഊണിന് ക്ഷണിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് പാരണ വീടി ഭക്ഷണം കഴിച്ചാൽ ക്ഷിപ്രകോപിയായ ആ മഹർഷിയുടെ ശാപത്തിന് താൻ പാത്രമാകേണ്ടി വരും. അംബരീഷൻ ഈ വിധം ചിന്തിച്ച് ആദിപൂണ്ട് ചഞ്ചല ചിത്തനായി. മുനി ശപിച്ചാലും വ്രതഭംഗം വരുത്തുവാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് ധർമ്മനിരതനായ ആ ധരണീപാലൻ ബ്രാഹ്മണരുമായി ആലോചിച്ച് അവരുടെ ഉപദേശപ്രകാരം ഗവ്യത്താൽ ഗരുഡവാഹനനെ പൂജിച്ച് ഒരു തുളസീദളത്തിൽ കൊള്ളുന്ന തീർത്ഥം മാത്രം പാനം ചെയ്തു. പാരണ വീടി. മഹർഷിയുടെ ആഗമനവും പാർത്ത് അക്ഷമനായി ഇരുന്നു. നിത്യകർമ്മങ്ങൾ നടത്തുന്നു എന്ന വ്യാജേന പാരണാകാലം തീരുവോളം കാളിന്തി തടത്തിൽ കഴിച്ചു കൂട്ടിയതിനു ശേഷം ദുർവാസാവ് ഒന്നും അറിയാത്ത മട്ടിൽ അംബരീഷന്റെ പൂജാശാലയിലേക്ക് കടന്നു വന്നു. താൻ വരുന്നതിനു മുമ്പ് തന്നെ രാജാവ് പാരണ വീടി എന്നറിഞ്ഞ് കോപത്തോടുകൂടി നേത്രങ്ങൾ ചുവപ്പിച്ച് ഉഗ്രമായി നോക്കിക്കൊണ്ട് ദുർവാസാവ് ആക്രോശിച്ചു: എടാ മഹാപാപി, നീയാണോ സൂര്യവംശത്തിൽ പിറന്ന ധർമ്മിഷ്ഠനായ രാജാവ്? എന്നെ ഭക്ഷണത്തിനു ക്ഷണിച്ചതിനു ശേഷം ഞാൻ വരുന്നതിന് മുമ്പ് നീ പാരണ വീടി ഭോജനം കഴിച്ചത് ഉചിതമാണോ? എന്നെ നീ അപമാനിക്കുകയല്ലേ ചെയ്തത്? ഈ ദുർവാസാവ് ഇതിനു മുമ്പ് ആരുടെയും മുമ്പിൽ ഇത്രയും അപമാനിതനായിട്ടില്ല. ശിവാംശ സംഭൂതനായ ദുർവാസാവിനെ അപമാനിച്ചാലുള്ള ഫലം എന്താണെന്ന് നിനക്ക് അറിയാമോ? അംബരീഷൻ താണു തൊഴുതുകൊണ്ടുണർത്തിച്ചു: മഹർഷി, ദിവ്യാത്മാവേ, വ്രതം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പാരണാകാലത്തിൻ്റെ അവസാന മുഹൂർത്തത്തിൽ നിന്തിരുവടി വരാൻ താമസിക്കുന്നത് കണ്ട് ബ്രാഹ്മണോപദേശമനുസരിച്ച് ഒരു തുളസീപത്രത്തിൽ കൊള്ളുന്ന ജലം പാനം ചെയ്തു പാരണ വീടി എന്നു മാത്രം. അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ അപരാധം പൊറുക്കണം. നിന്റെ അപരാധം പൊറുക്കണമോ? ദുർവാസാവ് അത്ര ക്ഷമാശീലനൊന്നുമല്ല. ഇതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം. നിന്റെ എച്ചില് ഭക്ഷിക്കാനാണോ നീ എന്നെ ക്ഷണിച്ചത്? ഈ വിധം ക്രുദ്ധനായി ആ മഹർഷി ശിരസിൽ നിന്നും ഒരു ജട പറിച്ചെടുത്ത് ശക്തിയോടെ നിലത്തടിച്ചു. തൽക്ഷണം അതിൽ നിന്നും ഭയാനക രൂപിണിയായ കൃത്തിക എന്ന മാരണദേവത കയ്യിലൊരു വെട്ടിത്തിളങ്ങുന്ന നീണ്ട വാളും പിടിച്ച്
തീപ്പൊരി പാറുന്ന കണ്ണുകളോടും തീക്ഷണങ്ങളായ അട്ടഹാസങ്ങളോടും കൂടി അംബരീഷന്റെ നേർക്ക് സംഹാര താണ്ഡവമാടിക്കൊണ്ട് അലറിപ്പാഞ്ഞെടുത്തു. ഭക്തോത്തമനായ ആ നൃപേന്ദ്രനാവട്ടെ സർവവും സർവസാക്ഷിയായ മഹാവിഷ്ണുവിൽ സമർപ്പിച്ചുകൊണ്ട് കൈകൂപ്പി കണ്ണുകളടച്ചു നിന്നതേയുള്ളൂ. കൃത്തികയുടെ പ്രചണ്ഡ താണ്ഡവങ്ങളും അത്യുഗ്ര ഗർജനങ്ങളോടു കൂടിയ ഭീഭത്സഭാവങ്ങളും കണ്ട് ഭയത്തോടെ ജനങ്ങൾ 4 വഴിക്കുമോടി. കൃത്തിക അംബരീഷന്റെ കണ്ഠം മുറിക്കുവാനായി കൃപാണം ഉയർത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുനെറ്റിയിൽ നിന്നും അഗ്നിക്കു തുല്യം കത്തിജ്വലിക്കുന്ന സുദർശന ചക്രം പൊട്ടിപ്പുറപ്പെട്ടു. കൃത്തികയുടെ നേർക്ക് ചക്രം പാഞ്ഞെടുത്തു. ശ്രീഹരിയുടെ ചക്രായുധമായ സുദർശനത്തിൻ്റെ അഗ്നിജ്വാലയിൽ കൃത്തിക കത്തിയെരിഞ്ഞ് ചാമ്പലായിപ്പോയി. തുടർന്ന് തൃച്ചക്രം ദുർവാസാവിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഭീതി പൂണ്ട ആ മുനീന്ദ്രൻ ആത്മരക്ഷാർത്ഥം അവിടെ നിന്നും ഓടിത്തുടങ്ങി. പുറകെ സുദർശന ചക്രവും. അദ്ദേഹം നാനാ ദിക്കുകളിലേക്കും പാഞ്ഞോടി. അവിടെയെല്ലാം വിഷ്ണുചക്രവും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. ഓടി ഓടി എവിടെയും രക്ഷയില്ലാതെ തളർന്ന് ഒടുവിൽ നാഗലോകത്ത് ചെന്ന് ഇന്ദ്രനോട് സർവ്വ വിവരങ്ങളും പറഞ്ഞു. നീ കാരണം ഞാൻ അപകടത്തിലായി, നീ എന്നെ രക്ഷിക്കണം. അപ്പോഴേക്കും സുദർശന ചക്രം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. കത്തിയെരിഞ്ഞു ജ്വലിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന നാരായണ ചക്രം കണ്ട് ഭയപ്പെട്ട ദേവേന്ദ്രനും ഓടാൻ തുടങ്ങി. ആ സമയം നാരദൻ അവിടെ എങ്ങനെയോ എത്തിച്ചേർന്നു. ഹേ മഹേന്ദ്ര, അംബരീഷന്റെ വ്രതം മുടക്കാൻ പോയിട്ട് ഓട്ടം പിടിച്ചത് നിങ്ങൾക്ക് 2 പേർക്കുമാണോ? നിൽക്കൂ, ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ ഒരു വഴിക്കും ദുർവാസാവ് മറ്റൊരു വഴിക്കും ഓടിത്തുടങ്ങി. ചക്രം അത്രിപുത്രനെ വിടാതെ പിന്നെയും പിന്നാലെ പാഞ്ഞെടുത്തു. വാനവർ ലോകത്തു നിന്നും പരിഭ്രാന്തനായി ഓടിക്കിതച്ച് അദ്ദേഹം സത്യലോകത്തിലെത്തി. ബ്രഹ്മദേവനെ കണ്ട് സർവ്വവിവരങ്ങളും ധരിപ്പിച്ചു. വിഷ്ണു ചക്രത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. നാൻമുഖൻ ഇപ്രകാരം പറഞ്ഞു: ദുർവാസാവേ, നീ എൻ്റെ പുത്രനായ അത്രിയുടെ മകനാണ്, ശിവാംശ സംഭൂതനാണ്. നീ എന്തിനു സുഹൃതികളെ ഉപദ്രവിക്കാൻ നടക്കുന്നു? വരശക്തി ഉണ്ടെന്നുള്ള അഹങ്കാരത്താൽ നീ ആരെയും ശപിക്കുവാനും ഇറങ്ങുന്നു. ഇന്ദ്രനു വേണ്ടി ധർമ്മിഷ്ഠനായ അംബരീഷനെ ദ്രോഹിക്കാൻ പുറപ്പെട്ട നീ ഒരു പാതകിയായ അധർമ്മിയല്ലേ? ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു മഹർഷിക്കെടുത്ത പ്രവൃത്തിയാണോ ഇത്? നിന്റെ അഹങ്കാരത്തിൻ്റെ ഫലമായി വിഷ്ണു കോപം നിന്നിൽ പതിച്ചിരിക്കുന്നു. ആയതിനാൽ വിഷ്ണു ചക്രത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ ശക്തനല്ല. അതുകൊണ്ട് നീ കൈലാസത്തിൽ പോയി മഹേശ്വരനെ കണ്ട് സങ്കടമുണർത്തിക്കൂ. ചിലപ്പോൾ അദ്ദേഹം നിന്നെ രക്ഷിച്ചെന്ന് വരാം. ഇനി ഇവിടെ നിൽക്കണ്ട, ഓടി തുടങ്ങിക്കൊള്ളുക. ഇതാ ചക്രം പാഞ്ഞു വരുന്നു. സത്യലോകത്തു നിന്നും രക്ഷയില്ലെന്ന് കണ്ട ദുർവാസാവ് നേരെ കൈലാസത്തിലേക്ക് ഓടി. മേടുകളും കാടുകളും നദികളും പർവ്വതങ്ങളും കടന്ന് തട്ടിയും മുട്ടിയും വീണ് ദേഹം മുഴുവനും ചോരയൊലിപ്പിച്ചുകൊണ്ട് അത്രിപുത്രൻ അദ്രിനാഥൻ്റെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിച്ചു. സർവവിവരങ്ങളും ഭഗവാനെ ധരിപ്പിച്ചു. രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. മൃത്യുഞ്ജയന് പെട്ടെന്ന് കോപമാണ് ഉണ്ടായത്. ദുഷ്ട, ലോകത്തിൽ ധർമ്മം നിലനിർത്താനുള്ളവരാണ് മഹർഷികൾ. അതിനു പകരം നീ അസുരന്മാരെ പോലെ അധർമ്മം ചെയ്യാൻ നടക്കുന്നു. ഹരിഭക്തനായ ആ രാജാവിനെ ദ്രോഹിക്കുവാൻ നീ ഒരുങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹരിഭക്തൻ ശിവഭക്തനും കൂടിയാണെന്ന് നീ കരുതണം. ഏതായാലും ശ്രീഹരിയുടെ ചക്രം തടുക്കുവാൻ ഞാൻ ശക്തനല്ല. നീ വൈകുണ്ഠത്തിൽ പോയി അനന്തശായിയോട് തന്നെ സങ്കടം പറയൂ. വേഗം പൊയ്ക്കൊള്ളൂ, ഇതാ ചക്രം പാഞ്ഞു വരുന്നു. സർപ്പഭൂഷണന്റെ അരുളപ്പാടനുസരിച്ച് അത്രിസൂനുവായ ദുർവാസാവ്
സർപ്പശായിയെ കണ്ട് അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. അനന്തരം കമിഴ്ന്നു വീണുകൊണ്ട് ഭഗവാനെ, കരുണാവാരിധേ, അടിയനെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചു. ആ മുനിയുടെ ദീനരോദനം തെല്ലും വകവയ്ക്കാതെ ശ്രീഹരി ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങ് ബ്രഹ്മപൗത്രനാണ്, ശിവസംഭൂതനാണ്, മഹർഷീശ്വരനാണ്. പക്ഷേ ഗർവവും അഹങ്കാരവും അങ്ങയെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലം അങ്ങ് അനുഭവിക്കാതെ തരമില്ല. ഒരു തപോധനന് വിനയവും ദയയും സർവോപരി മനുഷ്യസ്നേഹവും ഉണ്ടായിരിക്കണം. ഈ 3 ഗുണങ്ങളും അങ്ങേക്കില്ല. ആ ഭക്തോത്തമന്റെ സംരക്ഷണത്തിനു വേണ്ടി നിയുക്തമായ എൻ്റെ ചക്രായുധത്തെ തിരിച്ച് ഉപസംഹരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ഭക്തന്മാർക്ക് ദാസനാണ്. അവർക്കു വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവരുടെ കണ്ണുനീർ എൻ്റെ തീർത്ഥജലമാണ്. അവരുടെ ഹൃദയം എൻ്റെ പുണ്യക്ഷേത്രമാണ്. അവരുടെ വാക്കുകൾ എൻ്റെ വേദമാണ്. അവരുടെ വൈരി എൻ്റെയും വൈരിയാണ്. അതുകൊണ്ട് ഹേ മഹർഷേ, അങ്ങ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പോയി ആ ഭക്തോത്തമന്റെ പാദങ്ങളിൽ പ്രണാമം ചെയ്ത് അഭയം അപേക്ഷിക്കുക. ഭഗവാന്റെ ഉത്തമ ഭക്തനായ ആ പുണ്യവാൻ അങ്ങയുടെ അപരാധം ക്ഷമിക്കും. എൻ്റെ ചക്രം ഉപസംഹരിക്കുവാൻ ആ ഭക്തനു മാത്രമേ സാധിക്കുകയുള്ളൂ. വൈകുണ്ഠനാഥന്റെ തിരുസന്നിധിയിലും തനിക്ക് രക്ഷയില്ല എന്നറിഞ്ഞ ദുർവാസാവ് വിഷമിച്ചു. തളർന്ന് പരവശനായി ഓടി ഓടി അയോധ്യ രാജധാനിയിലെത്തി. അംബരീഷന്റെ പാദങ്ങളിൽ വീണ് സർവാപരാധങ്ങളും പുറത്തു രക്ഷിക്കണമേ, വിഷ്ണുചക്രം ഉപസംഹരിക്കണമേ എന്ന് കേണപേക്ഷിച്ചു. അംബരീഷൻ ഭക്തിയോടും ആദരവോടും കൂടി മാമുനീന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വിയർപ്പുകളാലും അഴുക്കുകളാലും മലിനമായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്ഷീണിത ഗാത്രം തടവി ആശ്ലേഷിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: താപസോത്തമ, ഞാൻ എന്തു ക്ഷമിക്കാനാണ്? വരബലം കൊണ്ട് എന്തും സാധിക്കുവാൻ കഴിവുള്ള നിൻ തിരുവടിയോട് ഞാനാണല്ലോ മാപ്പിരക്കേണ്ടത്. എല്ലാം സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീഹരിയുടെ വൈഭവമാണ് എന്നു മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. ആ സമയം വിഷ്ണുചക്രം അംബരീക്ഷന്റെ തിരുനെറ്റിയിൽ വന്ന് വിലയം പ്രാപിച്ച് അപ്രത്യക്ഷമായി. ചക്രത്താൽ അനുധാവനം ചെയ്യപ്പെട്ട മഹർഷി ഓടാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 വർഷക്കാലം മുഴുവനും ചക്രത്താൽ അനുഗതനായി പേടിച്ച് സംഭ്രാന്തനായി അദ്ദേഹം ഓടി നടക്കുകയായിരുന്നു. ആ കാലമത്രയും അംബരീഷൻ ഭക്ഷണം കഴിക്കാതെ മഹർഷിയെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാമുനീന്ദ്രനെ ഊട്ടിയതിനു ശേഷമല്ലാതെ താൻ ഭക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം ശപഥം ചെയ്തിരുന്നു. അതനുസരിച്ച് ഗംഗാതീർത്ഥത്തിൽ താപസോത്തമനെ സ്നാനം ചെയ്യിപ്പിച്ച് ഹൃദ്യമായ ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചതിനു ശേഷം അംബരീഷനും ഭോജനം കഴിച്ചു. അനന്തരം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം മഹീപതി പരിവാരസമേതം വലിയ ആഘോഷത്തോടുകൂടി ദുർവാസാവിനെ അയോധ്യ ഗോപുരദ്വാരം വരെ അനുഗമിച്ച് യാത്രയാക്കി. താൻ ദ്രോഹിച്ചിട്ടും അതേക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിക്കാതെ, യാതൊരു വൈരാഗ്യവുമില്ലാതെ എല്ലാവിധ ഭക്തിയും ആദരവുകളും കാണിച്ച ആ പുണ്യപുരുഷന് മോക്ഷപ്രദങ്ങളായ സർവ ഐശ്വര്യങ്ങളും സിദ്ധിക്കട്ടെ എന്ന് ആ മഹർഷീശ്വരൻ അനുഗ്രഹിച്ചു. അംബരീഷൻ പിന്നീട് തൻ്റെ സംവത്സര ഏകാദശി വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചു. ഒടുവിൽ കാലം കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രായമായപ്പോൾ ലൗകികങ്ങളായ സർവബന്ധങ്ങളും വെടിഞ്ഞ് ആ ഭക്തൻ വിഷ്ണുലോകം പൂകി സായൂജ്യമടഞ്ഞു. ഹരേ കൃഷ്ണ. ഇതാണ് അംബരീഷ ചരിതം. ഒരുവൻ്റെ ഏറ്റവും വലിയ ശത്രു അവനിൽ കുടികൊള്ളുന്ന അഹങ്കാരമാണ്. ദേവേന്ദ്രന് പോലും പലപ്പോഴും
തങ്ങളുടെ ദേവലോകം നഷ്ടപ്പെടുന്നതിന് കാരണമായതും ഈ അഹങ്കാരം തന്നെയാണ്. ഇവിടെ അംബരീഷൻ ഒരു വാക്കുകൊണ്ട് പോലും ദുർവാസാവിനെ വിഷമിപ്പിച്ചില്ല. അതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എപ്പോഴും പറയുന്നതാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അത് എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാൻ ഭക്തരെ രക്ഷിക്കും. വേണ്ട സമയത്ത് വേണ്ട ശിക്ഷ അവർക്ക് ഭഗവാൻ കൊടുത്തിരിക്കും. അറിവില്ലാത്തവനോട് തർക്കിക്കാൻ പോകരുത്. ദൈവനിന്ദ പറയുന്നവരോട് ദൈവത്തിൻ്റെ മഹത്വം പറയാൻ പോകരുത്. കേട്ട ഭാവം നടിക്കാതെ മാറിപ്പൊയ്ക്കൊള്ളുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ചിലർ തർക്കിക്കാൻ വരും, ഒന്നും മിണ്ടണ്ട. അല്ലാതെ അവരോട് തർക്കിച്ച് വെറുതെ സമയം കളയാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.